അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ആണ്. ഓക്കെ, എന്താണ് ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ എന്താണ് ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഡെഫിനിഷൻസിലേക്ക് നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ഈസ് എൻ n by n മെട്രിക്സ്, എ എന്ന് പറയുന്നത് ഒരു n by n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, ദെൻ എ നോൺ സീറോ വെക്ടർ എക്സ്, നോൺ സീറോ വെക്ടർ ആയിട്ടുള്ള എക്സിനെ നമ്മൾ ഐഗൺ വെക്ടർ എന്ന് വിളിക്കും. എയുടെ ഐഗൺ വെക്ടറാണ് എക്സ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, എ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് അതിനെന്ത് വിളിക്കുക, ഐഗൺ വെക്ടർ. അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് കിട്ടുമ്പം അതിലുള്ള എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഗൺ വെക്ടർ എന്ന് വിളിക്കുക. അതിൽ എക്സിനെയാണ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ആകുമ്പോൾ അതിലെ എക്സിനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ എന്ന് വിളിക്കുക. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞു ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആയിട്ട് ആരെഴുതാൻ പറ്റും, എ എക്സിന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ സ്കേലാർ മൾട്ടിപ്പിൾ, അതിനെവിടെ നമ്മൾ ലാംഡ എന്നാണ് വിളിക്കുന്നത്, ആ ലാംഡേനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ ഓഫ് എ എന്ന് വിളിക്കുന്നത്. അപ്പം ഐഗൺ വെക്ടറും ഐഗൺ വാല്യൂ. അപ്പോൾ എക്സ് ഈസ് സെഡ് ടു ബി ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ. എക്സ് ആണ് എന്താ, ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ. എക്സ് ഈസ് ദ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് എന്താ, എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഐഗൺ വെക്ടറും അതുപോലെ ഐഗൺ വാല്യൂ. ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു എന്തുണ്ട് മെട്രിക്സ് ഉണ്ട്, 2x2 മെട്രിക്സ് ആണ്. എ എന്ന് പറഞ്ഞാൽ 2x2 മെട്രിക്സ് ആണ്. അങ്ങനെയാണ് എക്സ് 1 2 എന്ന് പറയുന്ന ഒരു എയുടെ ഐഗൺ വെക്ടർ ആണെന്ന് പറയാൻ പറ്റും. എക്സിനെ നമുക്ക് എയുടെ ഐഗൺ വെക്ടർ ആണ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, എ എക്സ് നമ്മൾ കാണുമ്പോൾ, നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ എ എക്സും കൂടി ഇൻറ്റു ചെയ്യുന്നു. നമ്മൾ 3 0 8 -1 ഇൻറ്റു ചെയ്യുന്നു. എന്നോട് 1 2 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3 6 ആണ്. ഓക്കെ, 3 6 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് 3ന് എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി 1 2 ആണ്. അതായത് 3x ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എ എക്സിനെ നമുക്ക് എക്സിനെ ലാംഡ എക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി. അപ്പോൾ എക്സ് നമുക്ക് കിട്ടിയത് എന്താണ്, 1 2 ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 2 ആണ്. ഇതിനെയാണ് എന്ത് വിളിക്കുക, ഐഗൺ വെക്ടർ എന്ന് വിളിക്കുക. ലാംഡ നമുക്ക് കിട്ടിയത് എത്രയാണ്, 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഐഗൺ വെക്ടർ 1 2 ആണ്, ഐഗൺ വാല്യൂ എന്താണ്, 3 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഐഗൺ വെക്ടറും ഐഗൺ വാല്യൂയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി, ഐഗൺ വെക്ടറും ഐഗൺ വാല്യൂസും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കുന്നു. നമുക്കറിയാം എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ആകുമ്പോൾ അതിൽ എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഗൺ വെക്ടർ എന്ന് വിളിക്കുക. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഐ എക്സ്, എക്സിന് നമുക്ക് ഐ എക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സിനെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്താലും എക്സ് തന്നെ കിട്ടുക, അങ്ങനെയാക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അന്ന് ലാംഡ ഐ മൈനസ് എ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് എന്ത്, ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഐഗൺ വാല്യൂ ഓഫ് എ കാണാൻ ഈ ഇക്വേഷൻ, മുകളിൽ തന്നിട്ടുള്ള ഇക്വേഷൻ എന്തായാൽ മതി, മസ്റ്റ് ഹാവ് എ നോൺ സീറോ സൊല്യൂഷൻ ഫോർ എക്സ്. ഈ പറയുന്ന ഇക്വേഷനിൽ എക്സിന് ഒരു നോൺ സീറോ സൊല്യൂഷൻ കിട്ടിയാൽ മതി. ഈ മുകളിൽ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ സീറോ എക്സ് എന്ത് ചെയ്താൽ മതി, കിട്ടിയാൽ മതി. അപ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺ സീറോ എക്സ് കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു, എപ്പോഴാണ് അത് കിട്ടുകയെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, നോൺ ട്രിവിയൽ ഇക്വേഷൻ 1ന് എന്തായിരിക്കണം, ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നോൺ ട്രിവിയൽ ആകുമ്പോഴേ അത് നോൺ സീറോ ആയിട്ട് എന്ത് വരുള്ളൂ, ആൻസർ വരുള്ളൂ. അപ്പോൾ ഇക്വേഷൻ 1ൻ്റെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണം. അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, കോയിഫിഷ്യൻ്റ് ഓഫ് മെട്രിക്സ് ലാംഡ ഐ മൈനസ് എ, ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് മെട്രിക്സിന് സീറോ ഡിറ്റർമിനൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇതിനെന്തുണ്ടാവുക, സൊല്യൂഷൻ ഉണ്ടാവുക. അതായത് അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുക എപ്പോഴാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ, താഴത്തെ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിയറം എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ തിയറം പറയുന്നത് എന്താ വെച്ചാൽ,
If A is an n by n matrix, then lambda is an eigenvalue of A if and only if it satisfies the equation determinant of lambda I minus A is equal to 0. അതായത് നമ്മൾ ഏഗൺ വാല്യൂ അല്ലെങ്കിൽ ഏഗൺ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ലാംഡ ഐ മൈനസ് എ കാണുന്നു, അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ലാംഡേൻ്റെ വാല്യൂ ആണ് നമ്മുടെ ലാംഡേൻ്റെ വാല്യൂ ആണ് ഏഗൺ വാല്യൂ. അതുണ്ടാക്കുന്ന വെക്ടറാണ് ഏഗൺ വെക്ടർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷനെ ഡിറ്റർമിനൻ്റ് ഡെൽറ്റ ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് വിളിക്കുക. ഈ പറയുന്ന ഇക്വേഷനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ലാംഡ ഐ മൈനസ് എനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ലാംഡ റൈസ് ടു n c1 ലാംഡ റൈസ് ടു n മൈനസ് 1 എന്നിങ്ങനെ എക്സ്പാൻഷൻ കിട്ടും. അപ്പോൾ ഇത് ഒരു പോളിനോമിയലായിരിക്കും. ഇതൊരു പോളിനോമിയലായിരിക്കും. പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പോളിനോമിയലിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഡിറ്റർമിനൻ്റ് ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് നമുക്കൊരു പോളിനോമിയലായിരിക്കും. അപ്പോൾ അതിനെന്ത് വിളിക്കാം? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ എന്ന് വിളിക്കാം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ് കിട്ടുക. അതിനെന്ത് വിളിക്കാം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പം 4 ടേമാണ് പറഞ്ഞത്. ഐഗൺ വെക്ടർ, ഐഗൺ വാല്യൂസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. 4 ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് 4? AX is equal to lambda x. AX is equal to lambda x എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഏഗൺ വെക്ടർ എന്ന് വിളിക്കുക. അതിൽ ലാംഡനെയാണ് എന്ത് വിളിക്കുക? ഏഗൺ വാല്യൂ എന്ന് വിളിക്കുക. ഏഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യും. അത് ഇക്വേറ്റ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്യുമ്പം നമുക്കൊരു n ഡിഗ്രി പോളിനോമിയലാണ് എന്ത് ചെയ്യുക കിട്ടുക. ആ n ഡിഗ്രി പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുക. ആ n ഡിഗ്രി പോളിനോമിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അതുപോലെ ഏഗൺ വാല്യൂസ് കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആൻഡ് ഏഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അതുപോലെ ഏഗൺ വാല്യൂസും കാണാനാണ്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ആണ്. ലാംഡ ഐ മൈനസ് എ. അപ്പോൾ ലാംഡ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു 1001 ആണ്. അതായത് എന്താ കിട്ടുക? ലാംഡ 0 ലാംഡ. ഇതാണെന്ത്? ലാംഡ ഐ. ലാംഡ ഐ മൈനസ് എ എന്ന് പറയുമ്പോൾ ഈ ലാംഡ 0 ലാംഡ എന്ന് എന്ത് ചെയ്യുന്നു? എ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ -5 2 -2 ആണ്. ആ മൈനസ് ചെയ്ത് എന്താ കിട്ടുകയെന്ന് നിങ്ങൾക്ക് അറിയാം. ലാംഡ മൈനസ് ഐ ലാംഡ പ്ലസ് ഐ വരും. ഇവിടെ 0 + 2 എന്ന് പറഞ്ഞാൽ 0 - 2 എന്ന് പറയുമ്പോൾ -2 വരും. 0 - 2 എന്ന് പറയുമ്പോൾ -2 വരും. ലാംഡ -2 പറയുമ്പോൾ ലാംഡ + 2 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷൻ എന്താ നമ്മളൊരു ചോദിച്ചത്? ഡിറ്റർമിനൻ്റ് ലാംഡ മൈനസ് എ. ലാംഡ മൈനസ് എ കിട്ടിയത് നമുക്ക് ലാംഡ + 2 -2 ലാംഡ + 2 ലാംഡ + 5 -2 ലാംഡ + 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ലാംഡ ഐ മൈനസ് എ കണ്ടു. ലാംഡ ഐ മൈനസ് എ കണ്ടിട്ട് അതിനെന്ത് കൊടുക്കുന്നു? ഡിറ്റർമിനൻ്റ് കാണുന്നു. ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ കാണുന്നു. ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? ലാംഡ + ഐ ലാംഡ + 5 ഇൻറ്റു ലാംഡ + 2 -2 + 4 ആണ്. അപ്പം ലാംഡ + 5 ഇൻറ്റു ലാംഡ + 2 -4 എന്ന് കിട്ടി. അതിന് ഈക്വേറ്റ് ചെയ്താൽ ലാംഡ സ്ക്വയർ + 11 7 ലാംഡ + 6 എന്ന് കിട്ടും. അപ്പോൾ ഇതാണെന്ത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടി. അതിനാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അത് 0 ആണ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസിനെയാണ് എന്ത്? ഐഗൺ വാല്യൂസ് എന്ന് വിളിക്കുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് കാണുന്നു. അതായത് ലാംഡ സ്ക്വയർ +
7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡയുടെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ പ്ലസ് 6 എന്ന് പറയുന്നതിന് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അത് പല രീതിയിലും സോൾവ് ചെയ്യാം. നമുക്ക് -b ± √b² - 4ac വെച്ച് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ പ്ലസ് 6 = 0 എന്ന് എഴുതാൻ പറ്റും. അവിടുന്ന് ലാംഡേൻ്റെ ആൻസർ കിട്ടും. ലാംഡ = -1 ലാംഡ = -6 എന്നും കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനെയാണ് എയ്ഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് എന്ന് വിളിക്കുക. ഇതിനെയാണ് എന്ത് വിളിക്കുക, എയ്ഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. ഇതിപ്പോൾ 3/3 ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നു. എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ ആണെന്നു. ലാംഡ i എന്ന് പറഞ്ഞാൽ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ എന്നാണ് ഉണ്ടാവുക. അപ്പം ലാംഡ മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, ലാംഡ i എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ, എന്താ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡയാണ് എന്ത്, ലാംഡ i എന്ന് പറഞ്ഞാൽ. അതിന് എ മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ ലാംഡ മൈനസ് 0 എന്താണ്, ലാംഡ 0 മൈനസ് 1 -1 0 മൈനസ് 0 0 അടുത്ത 0 മൈനസ് 0 0 0 മൈനസ് ലാംഡ മൈനസ് 0 ലാംഡ 0 മൈനസ് 1 -1 0 മൈനസ് 4 -4 0 മൈനസ് 17 0 മൈനസ് -17 17 ലാംഡ മൈനസ് 8 ലാംഡ മൈനസ് 8. ഓക്കെ, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ നമ്മൾ കാണുന്നു. നമുക്ക് അറിയാം 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു അങ്ങനെ ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ആ റോയും കോളം ഒഴിവാക്കിയിട്ട് ഈ റോയും കോളം ഒഴിവാക്കിയിട്ടുള്ള എന്ത് കാണുന്നു, ഡിറ്റർമിനൻറ്റ് കാണുന്നു. പിന്നെ -1 പിന്നെ ആ റോയും കോളും സെക്കൻഡ് കോളും ഫസ്റ്റ് റോയും ഒഴിവാക്കിയിട്ടുള്ള ഡിറ്റർമിനൻറ്റ് കാണുന്നു. അങ്ങനെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ കിട്ടും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടും. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടിയതാണ് ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ മൈനസ് 4 എന്ന് കിട്ടും. ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ മൈനസ് 4 എന്ന് കിട്ടും. അതൊരു ക്യൂബിക് ഇക്വേഷനാണ്, അല്ല ക്യൂബിക് പോളിനോമിയലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായി. വിച്ച് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആവണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, നമ്മൾ ലാംഡേൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് ലാംഡയ്ക്ക് 3 വാല്യൂസ് ഉണ്ടായിരിക്കും. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു, ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അതായത് ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താൽ ഈ പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ 0 1 2 അങ്ങനെ ഓരോന്ന് കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാംഡ = 4 ആകുമ്പം അത് സാറ്റിസ്ഫൈ എന്ന് കിട്ടി. അപ്പോൾ ഒരു വാല്യൂ കിട്ടി, അതെന്താണ്, 4 ആണെന്ന് കിട്ടി. അപ്പം ലാംഡ = 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം ലാംഡ മൈനസ് 4 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആണെങ്കിൽ ലാംഡ മൈനസ് 4 എന്താവും, ഒരു ഫാക്ടർ ആവും. ലാംഡ = 4 ഒരു വാല്യൂ ആണെങ്കിൽ ലാംഡ മൈനസ് 4 എന്തായിരിക്കും, അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫാക്ടർ കിട്ടിയാൽ ബാക്കി ഫാക്ടർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 1 എന്ന് കിട്ടും. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് ലോങ് ഡിവിഷനാണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ x³ മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ മൈനസ് 4 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, x-4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. x-4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ x, ഇവിടെ x³. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, x² എഴുതണം. അപ്പോൾ x² x കൂടി ചെയ്താൽ x³ ആയിട്ട് അത് 0 ആയിട്ട് പോകാൻ വേണ്ടി എന്തെഴുതുന്നു, അത് ഇവിടെ എഴുതും. അപ്പോൾ x² ഇൻറ്റു x x³ x² ഇൻറ്റു -4 മൈനസ് x² ഇൻറ്റു -4 മൈനസ് 4x². എക്സ് അല്ല, സോറി, ലാംഡയാണ് കേട്ടോ, ഇവിടെ ലാംഡയാണ്. ഇവിടെ തൽക്കാലം ലാംഡയ്ക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് എടുക്കാം. ഓക്കെ, ലാംഡയ്ക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്, എക്സ് എടുക്കുകയാണ്. x എടുക്കാം. ലാംഡയ്ക്ക് പകരം എക്സ് എടുക്കുകയാണ്. എക്സിന് ശരിക്കും ലാംഡയാണ് വേണ്ടത്, ഞാനിവിടെ എന്താ എടുക്കുന്നത്, എക്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, x² മൈനസ് 4 ഇൻറ്റു x² എന്താവും, 4x² അല്ലേ, മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇത് -8x² -4x² മൈനസ് ചെയ്താൽ എന്താ കിട്ടുക,
-8 -4 +8 അതായത് -4x² എന്ന് കിട്ടും. പിന്നെയോ +17x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? -4x ഓക്കെ, -4xഉം എക്സും -4x² ആയി. പിന്നെ -4xഉം -4ഉം +16x ആയി. ഓക്കെ, അപ്പോൾ ഇത് 0 ആവും. 17xഉം 16x കുറച്ച് ഒരു എക്സ് ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു -4ഉം എക്സും പിന്നെ ഒരു -4ഉം ആണ് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനിയും ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ x -4 ആണ്, അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? +1 ചെയ്താൽ മതി. അതായത് 1 × x ആണ്, 1 × -4 ആണ്. ഇത് കിട്ടുന്നത് 0 കിട്ടും. അപ്പോൾ നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്ത്? x² - 4x + 1 എന്ന് കിട്ടി. അതായത് x² - 4x + 1ഉം x - 4ഉം കൂടി ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ x³ - 8x² + 17x - 4 എന്ന് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എന്ത് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാനിവിടെ x എന്ന് എടുത്തത് x അല്ല, ലാംഡയാണ്. എക്സിന് വരെ എന്ത് ചെയ്താൽ മതി? ലാംഡ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് x³ λ³ - 8 λ² + 17 λ - 4നെ നമുക്ക് എന്ത് ചെയ്യുക? λ - 4 × λ² - 4 λ + 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? എഴുതാൻ പറ്റും. അങ്ങനെ അത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെയും പ്രൊഡക്റ്റായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. അങ്ങനെ പ്രൊഡക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ലാംഡേൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ കാണുന്നു 2 ± √3. അപ്പോൾ ലാംഡക്ക് 3 വാല്യൂസ്. ഫസ്റ്റ് ലാംഡ കണ്ടുപിടിച്ച വേറെ 4 ആണ്, അടുത്ത 2 + √3 ആണ്, അടുത്ത 2 - √3 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 3 വാല്യൂസും നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം പറയുന്നത് ഷോ ദാറ്റ്, അതൊരു ഷോ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ആയിക്കോട്ടെ ലോവർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ആയിക്കോട്ടെ, ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾ എൻട്രീസ് ഓൺ ദ മെയിൻ ഡയഗണൽ ഓഫ് ദ മെട്രിക്സ്, ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണലിലുള്ള എൻട്രീസ് ആയിരിക്കുമെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഷോ ചെയ്യാൻ വേണ്ടി എ എന്ന് എഴുതുന്നു. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഞാൻ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് നമുക്കറിയാം. അപ്പം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ മുകളിൽ താഴെയുള്ള എലമെൻറ്റുകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. aij = 0 ഫോർ ഓൾ i > j. അതിൻ്റെ വാല്യൂ ജെനേക്കാളും വലുതായിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, ഡിറ്റർമിനൻറ്റ് ഓഫ് ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ദ എൻട്രീസ് ഓൺ മെയിൻ ഡയഗണൽസ്. ഡിറ്റർമിനൻറ്റ് കാണാൻ നമ്മൾ മെയിൻ ഡയഗണൽസ് ഇൻറ്റു ചെയ്താൽ മതി എന്ന് നമ്മളൊരു തിയറം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പം λi - നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുന്നു. ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഇതും തന്നെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെൻറ്റുകളുടെ പ്രൊഡക്റ്റാണ്. ഡയഗണൽ എലമെൻ്റ് ആയിട്ടുള്ള λ - a11 ഇൻറ്റു λ - a22 ഇൻറ്റു എക്സെട്ര λ - an എന്ന് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻറ്റ് = 0 എന്ന് പറയുന്നതാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഡിറ്റർമിനൻറ്റ് = 0 എന്ന് പറയുമ്പോൾ നോക്കിയാൽ λ - a11 ഇൻറ്റു λ - a22 ഇൻറ്റു എക്സെട്ര λ - an = 0 എന്നല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ λ - a11 0 ആവണം, അല്ലെങ്കിൽ λ - a22 0 ആവണം, അല്ലെങ്കിൽ λ - a33 0 ആവണം അല്ലേ? അപ്പോൾ λ - a11 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? λ = a11, അല്ലെങ്കിലോ λ - a22 = 0 പറഞ്ഞാൽ λ = a22. അങ്ങനെ പോകുമ്പോൾ λ - an = 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? λ = an എന്ന് കിട്ടും. അതായത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റുകളാണ് എന്തായിട്ട് വന്നത്? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റുകളാണ് അതിൻ്റെ ഐഗൺ വാല്യൂസ് ആയിട്ട് എന്ത് ചെയ്തത്? വന്നത്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ ആയിക്കോട്ടെ ലോവർ ട്രയാങ്കുലർ ആയിക്കോട്ടെ എന്തോ മെയിൻ ഡയഗണൽ എലമെൻറ്റുകളായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റുകൾ മാത്രം, അപ്പർ ആയാലും ലോവർ ആയാലും ഡയഗണൽ മെട്രിക്സ് ആയാലും അതിൻ്റെ ഡയഗണൽ എലമെൻറ്റുകളാണ് എന്തായിട്ട് മാറുക? അതിൻ്റെ ഈഗൺ വാല്യൂസ് ആയിട്ട് മാറുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഷോ ദാറ്റ് പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ഇഫ് ലാംഡ ഈസ് എ നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ് എ. ലാംഡ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ്. എ എന്ന് പറയുന്ന നോൺ സിംഗുലാർ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണെന്ത് എ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഐഗൺ വാല്യൂസ് ആണെന്ത് ലാംഡ എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറഞ്ഞാൽ എയുടെ ഐഗൺ വാല്യൂസ് ആണ്. പക്ഷേ എ നോൺ സിംഗുലർ ആണ്. അതായത് എക്ക് എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാംഡ ഇൻവേഴ്സ് എന്താണെന്ന് പറയണ്ടേ, റൂട്ട് ഓഫ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ ആയിട്ട് ആര് വരും, ലാംഡ ഇൻവേഴ്സ് വരും എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതായത് എയുടെ ഐഗൺ വാല്യൂ ആണ് ലാംഡ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് എന്ത്, ലാംഡ ഇൻവേഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതിൽ എ എന്തായിരിക്കണം, ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ n/n മെട്രിക്സ് ആണ്. ലാംഡ എന്ന് പറയുന്നത് നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ ആണ്. അതായത് ലാംഡ എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആണ് എയുടെ. അങ്ങനെയാണെങ്കിൽ ഐഗൺ വാല്യൂ ആണെങ്കിൽ ലാംഡ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ അത് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ പിന്നെ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സിൽ പഠിച്ചിട്ടുണ്ട്. എ ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു ഐ, എ ഇൻവേഴ്സ് എ ഇസ് ഇക്വൽ ടു എന്ത് തന്നെയാണ്, ഐ തന്നെയാണ് എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ കാണുമ്പം ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു, ഐനെ ഞാൻ എന്ത് ചെയ്യുന്നു, എ ഇൻവേഴ്സ് എന്ന് എഴുതുന്നു. ഐക്ക് പകരം എന്ത് എഴുതാം, എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാം. പിന്നെയോ എക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം, എ ഐ എന്ന് എഴുതാം. കാരണം എയും എ ഐയും ഈക്വലാണ്. അതുപോലെ ഐയും എ ഇൻവേഴ്സും ഈക്വലാണ്. അപ്പോൾ ഞാൻ ഐക്ക് പകരം എ ഇൻവേഴ്സ് എന്ന് എഴുതി, എക്ക് പകരം എ ഐ എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എ ഇൻറ്റു ലാംഡ എ ഇൻവേഴ്സ് മൈനസ് ഐ. അതായത് രണ്ടിൽ നിന്നും ഡിറ്റർമിനൻ്റ് ഉള്ളിൽ രണ്ട് എ ലാംഡ എ ഇൻവേഴ്സ് നിന്നും മൈനസ് എ ഐ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എ ഇൻറ്റു ലാംഡ എ ഇൻവേഴ്സ് മൈനസ് ഐ എന്ന് കിട്ടും. തിരിച്ച് പിന്നെ എന്ത് ചെയ്യും, അതിന് ലാംഡയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എ ലാംഡയായി. ലാംഡ എ ഇൻവേഴ്സ് നിന്ന് ലാംഡ പോയാൽ ബാക്കി എ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. ഐ എന്ന് ലാംഡ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ലാംഡ ഐ യു ആയി. ഓക്കെ, ഐ എന്ന് ലാംഡ പുറത്തേക്ക് എടുത്താൽ മൈനസ് 1 ലാംഡ ഐ എന്നു ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോ, മൈനസ് ലാംഡ എ ഈസ് ഇക്വൽ ടു ലാംഡ ഐ ഇൻവേഴ്സ് മൈനസ് എ. അതായത് ഈ ഇക്വേഷനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തതാണ്, ചേഞ്ചസ് വരുത്തിയതാണ്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, എ ഇൻവേഴ്സ് മൈനസ് 1 ലാംഡ ഐ. 1 ലാംഡ ഐ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ലാംഡ ഇൻവേഴ്സ് ഐ ആണ്. 1 ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻവേഴ്സ് ഐ ആണ്. എന്നിട്ട് അതിന് മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ മൈനസ് ലാംഡ എ ഐ, അതായത് എ ലാംഡേനെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ലാംഡ എ ആവും. എ ഇൻവേഴ്സ് എന്നുള്ളതിന് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് എ ഇൻവേഴ്സ് ആവും. മൈനസ് 1 ലാംഡ ഐ എന്ന് പറഞ്ഞതിന് മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ എന്താവും, പ്ലസ് ലാംഡ ഐ എന്നാവും. ഓക്കെ, പ്ലസ് ലാംഡ ഇൻവേഴ്സ് ഐ എന്നാവും, പ്ലസ് ലാംഡ ഇൻവേഴ്സ് ഐ. അങ്ങനെയാണ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ആയതുകൊണ്ട് ഇതിന് മൊത്തത്തിൽ ഡിറ്റർമിനൻറ്റ് കൊടുക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, മൈനസ് ലാംഡ എ ഡിറ്റർമിനൻറ്റ് കൊടുക്കുന്നു. അതുപോലെ ലാംഡ ഇൻവേഴ്സ് ഐ മൈനസ് എ ഇൻവേഴ്സിന് എന്ത് കൊടുക്കുന്നു, ഡിറ്റർമിനൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ് ലാംഡ എൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പം മൈനസ് ലാംഡയ്ക്ക് നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണേണ്ട ആവശ്യമില്ല. കാരണം അതെന്തായിരിക്കും, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വേണ്ട ഒരു പോസിറ്റീവ് നമ്പറായിട്ട്, അതായത് മൈനസ് ലാംഡ റൈസ് ടു n എന്ന് എഴുതാം. കാരണം എന്താ, ഇപ്പം അതിൻ്റെ പവറുകളായിട്ടാണ് വരിക. അപ്പം 1 ആണെങ്കിൽ അത് നെഗറ്റീവ് ആവും, 2 ആണെങ്കിൽ പോസിറ്റീവ് ആവും. അങ്ങനെയാണ് വരിക. ഇൻറ്റു ലാംഡ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ലാംഡ ഇൻവേഴ്സ് ഐ മൈനസ് എ ഇൻവേഴ്സ് എന്ന് കിട്ടി. അങ്ങനെയാണ് നോക്കിയേ, അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1 എന്താ പറയുന്നത്, ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 ആവണം എന്നാണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 ആകുമ്പം ലാംഡ എന്താവും, ലാംഡ എന്നത് പറയുന്നത് ഈഗൺ വാല്യൂ ആവും. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 ആകുമ്പോൾ ലാംഡ ഈഗൺ വാല്യൂ ആവും. ഇവിടെയാണ് എന്താ സംഭവിച്ചത്, ലാംഡ ഇൻവേഴ്സ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ഇങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഉണ്ടാവുക, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, എന്ത്, ലാംഡ
ഇൻവേഴ്സ് ആണ് എന്ത്, എ ഇൻവേഴ്സിൻ്റെ ലാംഡ ഇൻവേഴ്സ് ആണെന്ത്, എ ഇൻവേഴ്സിൻ്റെ ലാംഡ ഇൻവേഴ്സ് ആണെന്ത്, എ ഇൻവേഴ്സിൻ്റെ ഈഗൺ വെക്ടർ. അപ്പോൾ ഈ എ ഇൻവേഴ്സിൻ്റെ ഈഗൺ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഇൻവേഴ്സ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ഫസ്റ്റത്തും രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സംഗതി കിട്ടും. ഈ സംഗതി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ ഐ ഇൻവേഴ്സ് ഐ മൈനസ് ലാംഡ ഇൻവേഴ്സ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം. ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് പറയുന്നത് എയുടെ എന്താണ്, ഈഗൺ വെക്ടറാണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം എ ഇൻവേഴ്സും ലാംഡയ്ക്ക് പകരം ലാംഡ ഇൻവേഴ്സും വന്ന അതേ ഇക്വേഷനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എ ഇൻവേഴ്സിൻ്റെ ഈഗൺ വെക്ടറാണ് ആര്, ലാംഡ ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു തിയറം എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. എന്താ തിയറം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇഫ് എ ഇസ് എ n/n മെട്രിക്സ്, എ എന്ന് പറയുന്നത് n/n മെട്രിക്സ് ആണെങ്കിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇക്വലൻ്റ് ആണ് എന്നാണ്. എന്താ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ലാംഡ ഈസ് എൻ ഈഗൺ വാല്യൂ ഓഫ് എ. ലാംഡ എന്ന് പറയുന്നത് എയുടെ ഈഗൺ വാല്യൂ ആണെങ്കിൽ, ലാംഡ എയുടെ ഈഗൺ വാല്യൂ ആണെങ്കിൽ ലാംഡ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻറ്റ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0. ലാംഡ എയുടെ ഈഗൺ വാല്യൂ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു എന്താവും, 0 ആവും. അപ്പോൾ നമ്മൾ കണ്ട കാര്യമാണ്. പിന്നെ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ലാംഡ ഐ മൈനസ് എ എക്സ് ഈക്വൽ ടു 0 ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അതായത് ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നോൺ സീറോ ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദർ ഇസ് എ നോൺ സീറോ വെക്ടർ എക്സ്. അവിടെ എന്തായിരിക്കും, ഒരു നോൺ സീറോ വെക്ടർ ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് എ എക്സ് ഇസിക്വൽ ടു ലാംഡ എക്സ്, എ എക്സ് ഇസിക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടർ ഉണ്ടായിരിക്കും. ആ നോൺ സീറോ വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്, ഈഗൺ വെക്ടർ എന്ന് വിളിക്കുക. ആ നോൺ സീറോ വെക്ടറിനെയാണ് നമ്മൾ ഈഗൺ വെക്ടർ എന്ന് വിളിക്കുക. അപ്പം the next theorem establishes the relationship between the eigenvalues and invertibility of matrix. eigen valuesഉം ഇൻവേർട്ടിബിലിറ്റി ഓഫ് മെട്രിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു തിയറാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു 0 ഈസ് നോട്ട് ആൻ ഈഗൺ വാല്യൂ ഓഫ് എ. ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എപ്പോഴേ ഇൻവേർട്ടിബിൾ ആവുള്ളൂ, ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഈഗൺ വാല്യൂ അല്ലാതിരിക്കുമ്പോൾ, എയുടെ ഒരു ഈഗൺ വാല്യൂ അല്ല 0, അതായത് എയുടെ ഒരു ഈഗൺ വാല്യൂ അല്ല 0 എന്നുണ്ടെങ്കിൽ മാത്രമേ എ എന്തായിരിക്കുള്ളൂ, എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കുള്ളൂ. അതായത് ലാംഡേൻ്റെ വാല്യൂ 0 ആകുമ്പം എ എന്താവില്ല, ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഈഗൺ വാല്യൂ ഉണ്ടാവരുത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറഞ്ഞ ഒരു n/n മെട്രിക്സ് ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ n/n മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് ഓർമ്മയുണ്ട്. എന്താ, ലാംഡ ഐ മൈനസ് എൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ കിട്ടും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ് അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണെങ്കിൽ ഈ ഇക്വേഷനിൽ ലാംഡ ഈക്വൽ ടു 0 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ എബോവ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കോൺസ്റ്റൻറ്റ് ടേം ഇൻ ഇക്വേഷൻ 1 ഈസ് 0. അതായത് ഇതിൽ ലാംഡ എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ, ഇതിൽ ലാംഡേൻ്റെ വാല്യൂ 0 ആവണമെങ്കിൽ, ലാംഡ n ഈക്വൽ ടു 0, c1 ലാംഡ റൈസ് ടു n-1 ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലാംഡ ഈക്വൽ ടു 0 ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ, cn എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം 0 ആവണം. കാരണം ലാംഡേൻ്റെ ടേമും ലാംഡ ഇല്ലാത്തൊരു cn എന്ന് പറയുന്ന ടേമും കൂടി ആഡ് ചെയ്താലാണ് 0 കിട്ടുന്നത്. അപ്പോൾ cn എന്താവണം, 0 ആകുമ്പോൾ മാത്രമേ ലാംഡ ഈക്വൽ ടു എന്താവുള്ളൂ, 0 ആവുള്ളൂ. അപ്പോൾ cn 0 ആയാൽ മാത്രമേ ലാംഡ എന്താവുള്ളൂ, 0 ആവുള്ളൂ. അപ്പോൾ cn 0 ആയാൽ മാത്രമേ ലാംഡ 0 ആവുള്ളൂ എന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ലാംഡ 0 ആവില്ല എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, cn 0 ആവില്ല എന്ന് എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. cn നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ നോട്ട് ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പോൾ cn നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് കാണിച്ചാൽ മാത്രം മതി നമുക്ക്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. ഡിറ്റർമിനൻറ്റ് ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ലാംഡ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ
നമുക്ക് കിട്ടും എന്താ, ഡിറ്റർമിനൻറ്റ് ഓഫ് മൈനസ് എ ഈക്വൽ ടു സി എന്ന് കിട്ടും. കാരണം ലാംഡ ഉള്ള ടൈം ഒക്കെ എന്തായി പോവും, 0 ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഡിറ്റർമിനൻറ്റ് ഓഫ് മൈനസ് എ എനിക്ക് -1/n ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു സി എൻ എന്ന് എഴുതാം. കാരണം എല്ലാത്തിലും മൈനസ് ഉണ്ടാകുമ്പോൾ -1/n ഞാൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ -1/n പിന്നെ ഡിറ്റർമിനൻറ്റ് എ സി എൻ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോൾ മാത്രമായിരിക്കും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക? ഒരിക്കലും -1/n ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആവുന്നത് എപ്പോൾ മാത്രമായിരിക്കും? സി എൻ ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ്. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആവുന്നത് എപ്പോൾ മാത്രമാണ്? സി എൻ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിന് ഇൻവേഴ്സ് ഇല്ലാതിരിക്കുകയാണ്. ഇൻവേഴ്സ് ഇല്ലാതിരിക്കപ്പോഴാണ് സി എൻ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ സി എൻ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പം ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു എന്താവും, 0 ആവും. ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയാൽ അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി എൻ നോട്ട് ഈക്വൽ ടു 0. എ എൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ സി എൻ എന്താവരുത്, 0 ആവരുത് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ.